Hello guys, welcome to mfc-creations. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെങ്ങനെ ഇമെയിൽ വെരിഫിക്കേഷൻ മെയിൽസ് സെൻഡ് ചെയ്യാമെന്നുള്ളത് നോക്കി. ഈ വീഡിയോയിൽ നമ്മൾ ആ ഇമെയിലിൻ്റെ കൂടെ സെൻഡ് ചെയ്തിട്ടുള്ള ടോക്കൺ എങ്ങനെ വെരിഫൈ ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓത്ത് റൗട്ടിലോട്ട് പോവാം. പുതിയൊരു റൗട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ നെയിം വെരിഫൈ ഇമെയിൽ എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ നമ്മൾ അതിനൊരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാനിപ്പോൾ ജസ്റ്റ് അതിൻ്റെ നെയിം കൊടുത്തു, വെരിഫൈ ഇമെയിൽ. ഓക്കെ, സോ നമുക്ക് വാലിഡേഷൻ മെറ്റീരിയൽ ഇപ്പം തൽക്കാലത്തേക്ക് കമൻറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നേരെ കൺട്രോളറിലോട്ട് പോയിട്ട് നമ്മുടെ വെരിഫൈ ഇമെയിൽ എന്ന് പറയുന്ന ഈ ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ഈ ടോക്കൺ നമ്മൾ പാരംസിലാണ് എടുക്കുന്നത്. സോ ഈ റൗട്ടിൻ്റെ കൂടെ ടോക്കൺ എന്നോട് കൊടുത്തു. ദെൻ ഓത്ത് കൺട്രോളറിൽ പോയിട്ട് നമുക്ക് ബോഡിയിലൊന്നും എടുക്കുന്നില്ല. ദെൻ ഓത്ത് സർവീസിൽ നമുക്കൊരു വെരിഫൈ ഇമെയിൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ അതിൻ്റെ കൂടെ നമ്മൾ റിക്വസ്റ്റ് ഡോട്ട് പാരാംസ് ഡോട്ട് ടോക്കൺ അയച്ചു കൊടുക്കും. ഓക്കെ, ദെൻ റെസ്പോൺസിൽ മെസ്സേജ് ആയിട്ട് വെരിഫൈഡ് എന്ന് കൊടുക്കാം. ഈ ഡാറ്റയും സെൻഡ് ചെയ്യും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് സർവീസിലോട്ട് പോകണം. സർവീസിൽ ഈ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിനായിട്ട് ഞാൻ ഈ ലോഗിൻ കോപ്പി ചെയ്തു. ഞാൻ അതിനകത്തായി പേസ്റ്റ് ചെയ്തു. ഈ ലോഗിന് പകരം ഞാൻ വെരിഫൈ ഇമെയിൽ എന്ന് കൊടുത്തു. ഇവിടെ ഞാനൊരു ടോക്കണാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ടൈപ്പ് സ്ട്രിങ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഈ സംഭവങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ എടുത്ത് ഒഴിവാക്കാം. നമ്മൾ JWT ടോക്കണാണ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ നമുക്ക് ഈ JWT JSON വെബ് ടോക്കൺ ലൈബ്രറി തന്നെ വരുന്ന ടോക്കൺ വെരിഫൈ ചെയ്യാനും യൂസ് ചെയ്യാം. സോ അതിനായിട്ട് JWT ഡോട്ട് വെരിഫൈ എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ അവിടെ നിന്ന് പാസ് ചെയ്യുന്ന ടോക്കൺ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു സീക്രട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സെയിം സീക്രട്ട് നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ കൊടുക്കണം. ഓക്കെ, ദെൻ ഇതൊരു വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യാം. കോൺസ്റ്റ് JWT.verify. ഓക്കെ, വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് വരുന്നത് നമ്മൾ ആ ടോക്കൺ ജനറേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള സെയിം പേലോഡ് തന്നെയായിരിക്കും അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് വരുന്നത്. സോ ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസ് വെരിഫൈഡ് എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് ട്രൂ എന്ന് എൻ്റർ ചെയ്യണം. അതിൽ ഡിഫോൾട്ടായിട്ട് ഫോൾസ് ആയിരിക്കും ഉണ്ടാകുക. സോ അതിനായിട്ട് നമ്മൾ കോൺസ്റ്റ് യൂസർ ഈക്വൽ ടു await യൂസർ ഡോട്ട് അപ്ഡേറ്റ്. ഓക്കെ, ഇതിനകത്ത് ആദ്യം കൊടുക്കേണ്ടത് ഏത് ഡാറ്റയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഞാനിവിടെ ഈസ് വെരിഫൈഡ് എന്ന് പറയുന്ന ഫ്ലാഗിനെ ഞാൻ ട്രൂ ആക്കും. ദെൻ നെക്സ്റ്റ് ഏത് യൂസറുടെയാണ് കൊടുക്കുന്നതിനുള്ള കണ്ടീഷൻ കൊടുക്കണം. സോ അതിനായിട്ട് വേർ ID എന്ന് പറയുന്നത് യൂസർ റെസ്പോൺസ് ഡോട്ട് ID. ഓക്കെ, ഇവിടെ ഐഡിക്ക് എറർ വരുന്നത് കാരണം നമ്മൾ പറഞ്ഞു ഇതിൻ്റെ റെസ്പോൺസ് ആയിട്ട് ഈ സെയിം പേലോഡ് ആയിരിക്കും വരിക. സോ നമുക്കിവിടെ അതിൻ്റെ ടൈപ്പ് കൂടെ കൊടുക്കാം. നമ്മൾ ഓൾറെഡി അതെല്ലാം മുമ്പത്തെ വീഡിയോയിൽ അതിൻ്റെ ഇൻ്റർഫേസിലാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഇനി അപ്ഡേറ്റ് ചെയ്ത റെക്കോർഡ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ റിട്ടേണിങ് ട്രൂ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ റിട്ടേൺ യൂസർ എന്ന് കൊടുത്തു. ഓക്കെ, തൽക്കാലത്തേക്ക് നമുക്ക് ഇനി കൊടുക്കാം. ദെൻ സേവ് ചെയ്തു. ഇനി പോസ്റ്റ്മാനിൽ പോയിട്ട് നമുക്കൊന്ന് സൈനപ്പ് ചെയ്യാം. സോ ഞാനിവിടെ മെയിൽ മാറ്റി കൊടുത്തു, ഹിറ്റ് ചെയ്തു. ഓക്കെ, യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈസ് വെരിഫൈഡ് ഫോൾസ് ആണ്. ഓക്കെ, ഞാൻ മെയിൽ എടുത്തു. ഓക്കെ, ഇവിടെ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തു. ഓക്കെ, അതിൽ ടോക്കൺ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെയിൽ വെരിഫൈ ചെയ്യണമെങ്കിൽ ഈ ടോക്കൺ എടുത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള APIയുടെ കൂടെ അയക്കണം. വെരിഫൈ ഇമെയിലിൻ്റെ കൂടെ പാരംസ് ആയിട്ട് ഞാൻ ആ ടോക്കണോട് കൊടുത്ത് സെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത റെക്കോർഡാണ് റെസ്പോൺസ് ആയിട്ട് വന്നിട്ടുള്ളത്. അവിടെ ഈസ് വെരിഫൈഡ് ട്രൂ ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഡാറ്റ ഇങ്ങനെയല്ല ഇതിൻ്റെ റെസ്പോൺസ് ആയിട്ട് അയക്കുന്നത്. നമ്മൾ പുതിയൊരു JWT ടോക്കൺ ജനറേറ്റ് ചെയ്തിട്ട് അതാണ് നമ്മൾ ഈ APIയുടെ റെസ്പോൺസ് ആയിട്ട് അയക്കുന്നത്. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ കോഡിലോട്ട് വരാം. നമ്മൾ ലോഗിനിൽ ചെയ്ത സെയിം ഈ കോഡ് കോപ്പി ചെയ്യുക. ദെൻ ഇതിന് പകരം ഇവിടെ കൊടുക്കുക. ഓക്കെ,
ഇനി നമുക്ക് ഓക്കെ ടോക്കൺ എന്നുള്ള പേര് മാറ്റി നമുക്ക് ഓത്ത് ടോക്കൺ എന്നാക്കി കൊടുക്കാം. ഈ ഓത്ത് ടോക്കൺ തന്നെ ഇവിടെയും കൊടുത്തു. ഓക്കെ, ദെൻ നമുക്ക് പേലോഡ് ക്രിയേറ്റ് ചെയ്യണം. കോൺസ്റ്റ് പേലോഡ് ഈക്വൽ ടു ഓക്കെ, സെയിം സംഭവം തന്നെയാണ്. നമുക്ക് ഐ ഡി ഇത്രയും ഡാറ്റയാണ് ഇവിടെ വേണ്ടത്. ഇവിടെ നമുക്ക് റെസ്പോൺസ് അപ്ഡേറ്റിൻ്റെ റെസ്പോൺസ് വരുന്നത് ഒരു അറേ ആയിട്ടാണ്. ആ അറേയിലുള്ള രണ്ടാമത്തെ എലമെൻറ്റിലുള്ള ഫസ്റ്റ് ഒബ്ജക്റ്റ്, ഇതിനാണ് നമ്മുടെ ഡാറ്റ ആക്ച്വലി വരുന്നത്. സോ ഇവിടെ ഈ യൂസർ എന്നതിന് പകരം നമുക്ക് യൂസറിലുള്ള സെക്കൻഡ് എലമെൻറ്റിൽ ഫസ്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു സേവ് ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ എനിക്ക് പകരം നമ്മളിവിടെ ലോഗിൻ റെസ്പോൺസിനെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഓക്കെ, ഇനി നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് ഞാൻ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ മെയിലിൽ പോയിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. 8. ഇനി പോസ്റ്റ്മാനിൽ പോവാം, സൈനപ്പിൽ പോവാം. ഇവിടെ ഞാൻ പുതിയ അക്കൗണ്ട് വെച്ച് സൈനപ്പ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ എനിക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയി, പക്ഷേ ഈസ് വെരിഫൈഡ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ദെൻ ഓക്കെ, മെയിലിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു പുതിയൊരു മെയിൽ വന്നിട്ടുണ്ടാവും. അതിലുള്ള ടോക്കൺ എടുത്തിട്ട് എൻ്റെ ഇമെയിൽ എനിക്ക് വെരിഫൈ ചെയ്യണം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കൂടെ ടോക്കൺ ഉണ്ട്. ഇനി ഈ ടോക്കൺ കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം സംഭവം ഇവിടെ വെരിഫൈയിൽ ഈ ടോക്കണ് പകരം പുതിയ ടോക്കൺ കൊടുക്കാം. ഓക്കെ, ഇനി സെൻഡ് ചെയ്യാം. കനോട്ട് പോസ്റ്റ് ഇവിടെ ഒരു വെരിഫൈ ഇമെയിൽ ഓക്കെ. അപ്പോൾ നമുക്ക് മെസ്സേജ് ഒന്ന് ഈസ് വെരിഫൈഡ്, നമ്മളെ യൂസറുടെ ഡാറ്റ ഉണ്ട്, അതിനകത്ത് ഈസ് വെരിഫൈഡ് ട്രൂ ആണ്. അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ടോക്കണും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഇമെയിൽ വെരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെങ്ങനെ വെരിഫിക്കേഷൻ മെയിൽസ് സെൻഡ് ചെയ്യാന്നുള്ളത് നോക്കി. അതുപോലെ തന്നെ ഇമെയിലിൽ എങ്ങനെയാണ് ആ ടോക്കൺ വെരിഫൈ ചെയ്യുന്നു എന്നുള്ളതും നോക്കി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.